ഞങ്ങൾ ഈ പകൽക്കാലം പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വചനത്തിന് പഠനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കടന്നാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്ന് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ നമ്മുടെ വിദ്യാർത്ഥിയായിരുന്ന പ്രിയ സഹോദരൻ ജോർജ് തോമസ് താൻ പ്രിയമിച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഇടയായി. അദ്ദേഹത്തിന്റെ ഭാര്യ നിക്കി ജോർജും നമ്മുടെ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡായി കോമയിലായിരുന്നു. തനിക്ക് ലിവർ സംബന്ധമായ ചില സീരിയസ് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു. ഒന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി എന്നൊക്കെ വിവരം അറിഞ്ഞിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം വിളിച്ച് അന്വേഷിച്ചപ്പോൾ വീണ്ടും താൻ അഡ്മിറ്റായി എന്നറിഞ്ഞു. ഇന്ന് നമ്മുടെ മറ്റൊരു വിദ്യാർത്ഥി ആഷമോൾ ഗ്ലെനി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണ്. അതായത് ഭാര്യയുടെ സിസ്റ്ററിനോയാണ്. ആ സഹോദരി പറഞ്ഞാണ് അറിയുന്നത്. ആ കുടുംബം ഏറിയ ആഷമോൾ ഉണ്ടല്ലോ, ഇന്ന് ആഷ ഗ്ലെനി ഉണ്ടല്ലോ, ആ കുടുംബം വളരെ ഭാരത്തോടെ ആയിരിക്കുന്നു. അവരുടെ ആശ്വാസത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ ഈ ലോക ജീവിതം കഴിഞ്ഞാലും നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് പുനരുദ്ധാനം പ്രാപിച്ച് കർത്താവിനോട് കൂടെ തേജസ്സിൽ വസിക്കുവാൻ ഇടയാകും എന്ന ഒരു പ്രത്യാശ. നിങ്ങൾ പ്രത്യാശയില്ലാത്ത ശേഷം മനുഷ്യരെ പോലെ നിദ്ര കൊള്ളുന്നവരെ പറ്റി വിലപിക്കരുതെന്ന് ദൈവവചനം നമ്മോട് പറയുന്നുണ്ട്. എങ്കിലും പ്രിയപ്പെട്ടവരുടെ വിയോഗം ദുഃഖമുളവാക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. എന്നാൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഡെത്ത് ഈസ് നോട്ട് എ സെസേഷൻ ബട്ട് എ സെപ്പറേഷൻ. മരണം ഒരു വിരാമമല്ല, ഒരു താൽക്കാലിക വിയോഗം, ഒരു നിത്യമായ വിരാമമല്ല, ഒരു താൽക്കാലിക വിയോഗം മാത്രമാണ്. ആ പ്രിയ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കുവാൻ ദൈവജനം എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രിയ സഹോദരി ബെക്കിയും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. 60 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ. ദൈവം തനിക്ക് കൊടുത്ത ആയുസ്സിൽ കർത്താവിനെ അറിയുവാൻ ഇടയായി എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യകരമായ അനുഭവം. ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ വഹിക്കാം. അങ്കമാലിയിലാണ് ഫ്യൂണറൽ സർവീസ്. ആഷ സിസ്റ്ററെ, എന്നാ സാറ്റർഡേ തന്നെയല്ലേ? സാറ്റർഡേ ആണെന്നാണ് പറഞ്ഞത്. സാറ്റർഡേ ആണ്. ചർച്ചിന്റെ പേരെന്താണ്? ചർച്ചിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. സാറ്റർഡേ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ. ഞാനത് വിവരം കിട്ടുമ്പോൾ അത് പോസ്റ്റ് ചെയ്യാം. ആ പ്രദേശങ്ങളിൽ പോകുവാൻ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, എറണാകുളം ഭാഗത്തുള്ളവർ പോകുവാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. കുടുംബത്തിന് ഒരു ആശ്വാസവുമായിരിക്കും. പ്രാർത്ഥനയിൽ വഹിക്കാം. നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവവചനത്തിന്റെ പഠനത്തിനായിട്ട് ഇനി സമയം വേർതിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ ഏതാണ്ട് 18 മാസക്കാലം കൊരിന്ത് പട്ടണത്തിൽ പാർത്തുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് കൊരിന്തിൽ ഒരു ദൈവസഭ ഉണ്ടാകുവാനിടയായത്. 18 മാസക്കാലം അദ്ദേഹം അവിടെ പാർത്ത് ആ മ്ലേച്ഛതകളുടെ പട്ടണത്തെ ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ നിറയ്ക്കുവാൻ തനിക്ക് സാധിച്ചു. ദൈവം അതിന് കൃപ കൊടുത്തു. പൗലോസ് അവിടെ നിന്നും കടന്നുപോയ ശേഷം അപ്പല്ലോസ് അവിടേക്ക് വരികയും ദൈവസഭയെ കൂടുതലായിട്ട് തിരുവെഴുത്തുകളിലൂടെ, അതായത് പഴയ നിയമ തിരുവെഴുത്തുകളിലൂടെ വാഗ്ദത്തം ചെയ്യപ്പെട്ട മഷിഹ, അത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു തന്നെയാണെന്നുള്ളത് അപ്പല്ലോസ് പഠിപ്പിച്ചു. കൊരിന്ത്യ സഭയെ പറ്റി പൗലോസ് തന്നെ പറയുന്നു,
ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. അങ്ങനെ പൗലോസ് അവിടെ നിന്ന് പോയ ശേഷം അപ്പല്ലോസ് വന്ന് അവിടെ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് ചില നാളുകൾക്ക് ശേഷം പൗലോസ് തന്റെ 3ാമത്തെ മിഷണറി യാത്രയിൽ എഫസോസിൽ പാർക്കുന്ന സമയം, അദ്ദേഹം എഫസോസിൽ പാർക്കുന്ന സമയത്ത് കൊരിന്തിൽ നിന്നും ചിലർ, ക്ലോവയുടെ ഭവനക്കാരെന്ന് പറയുന്നു, കൊരിന്തിൽ നിന്നും ചിലർ പൗലോസിനെ കാണുവാൻ അവിടെ വരികയാണ്. അവർ വന്നതിന്റെ ഉദ്ദേശ്യം കൊരിന്ത്യ സഭയിൽ ഉളവായ ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പൗലോസിനെ അറിയിക്കുകയും പൗലോസ് അതിൽ ഇടപെട്ട് അവരെ ഉപദേശിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. തന്റെ 3ാമത്തെ മിഷണറി യാത്രയിൽ എഫസോസിൽ താൻ പാർക്കുന്ന സമയം ഈ വിവരങ്ങൾ അദ്ദേഹം അറിയുന്നു. അദ്ദേഹത്തിന് വളരെ ഭാരമുണ്ടായി. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ. ഒന്ന്, സഭയിലെ ഭിന്നപക്ഷങ്ങൾ. ചിലർ പൗലോസിന്റെ പക്ഷക്കാർ, ചിലർ അപ്പല്ലോസിന്റെ പക്ഷക്കാർ, ചിലർ കേഫാവിന്റെ പക്ഷക്കാർ, ചിലർ ക്രിസ്തുവിന്റെ പക്ഷക്കാർ. ഇങ്ങനെ വിവിധ പക്ഷങ്ങൾ. അത് സംബന്ധിച്ച് അവരെ പ്രബോധിപ്പിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ പക്ഷങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല എന്ന് പൗലോസ് അവരെ പ്രബോധിപ്പിക്കുന്നതാണ് 1-ാം അധ്യായം 10 മുതൽ 4-21 വരെയുള്ള വചനഭാഗത്തിൽ നാം കാണുന്നത്. തുടർന്ന് ആ സഭയിലുണ്ടായ മറ്റൊരു വിഷയം, അവരുടെ ഇടയിൽ ദുർനടപ്പുണ്ട്. അവർ ലൈംഗിക അസാൻമാർഗികത വെച്ചുപുറപ്പിക്കുന്നു. ആ വിഷയത്തെ അഡ്രസ് ചെയ്യുകയാണ് പൗലോസ്. 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, മനുഷ്യർ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. മറ്റു പാപങ്ങൾ പോലെയല്ല, ദുർനടപ്പുകാരൻ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുകയാണ്. ദൈവസഭയെക്കുറിച്ച് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്നുവെന്ന് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറാചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ദൈവസഭയെക്കുറിച്ച് മണവാളനായിരിക്കുന്ന, കാന്തനായിരിക്കുന്ന ക്രിസ്തുവിന്റെ ഇച്ഛ, അവൾ കറാചുളുക്കം മുതലായതൊന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തന്റെ മുൻപാകെ തേജസ്സോടെ നിൽക്കണം. കൊരിന്ത്യ സഭയിൽ നിന്നും കറാചുളുക്കം ഇവ നീക്കേണ്ടതിന് 3 നിർദ്ദേശങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഈ 5-ാം അധ്യായത്തിൽ അദ്ദേഹം നിർദ്ദേശിക്കുകയാണ്. അവരുടെ ഇടയിൽ ഒരുവൻ ഇൻസെസ്റ്റ് അഥവാ സ്വന്തം അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ വലിയൊരു പാപം ചെയ്യുന്ന ഒരുവൻ അവരുടെ ഇടയിലുണ്ട്. അങ്ങനെ ഒരുവൻ അവരുടെ ഇടയിലുണ്ട് എന്നറിയുമ്പോൾ പൗലോസ് അവരോട് വളരെ ശാസനാരൂപത്തിൽ പറഞ്ഞിരിക്കുന്ന വചനമാണ് 5-ാം അധ്യായത്തിൽ കാണുന്നത്. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുമ്പോൾ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. അപ്പോൾ പൗലോസ് ഞാൻ അതിന്റെ 2 പോയിന്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒന്ന്, അവർ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നില്ല. ദുഃഖിക്കണം. 5-ന്റെ 1-2 വാക്യങ്ങളിൽ പാപത്തെക്കുറിച്ച് ദുഃഖിച്ചിട്ടില്ല എന്നവരോട് പറയുന്നു. അപ്പോൾ അവർ പാപത്തെക്കുറിച്ച് ദുഃഖിക്കണം, തങ്ങളുടെ തെറ്റുകളെ കുറിച്ച് അനുതപിക്കണം. 2, അവർ പാപത്തെ വിധിക്കണം. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ അതും പറഞ്ഞിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 3-ാമത് അവർ പാപത്തെ നീക്കുക. 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് പറയുന്നത്. അവിടെയാണ് ഇന്ന് നമ്മുടെ ഡിസ്കഷൻ ആരംഭിക്കുന്നത്. 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ചാണ്ട് 5-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വചനഭാഗം. നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല,
സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്ന് അല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ട് പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാഭിഷ്ണക്കാരനോ മദ്യപാനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവരോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ. അവിടെ പാപം ചെയ്യുന്ന ഒരുവൻ അവരുടെ ഇടയിൽ സഭയ്ക്കുള്ളിലുണ്ട്. അവനെ നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളവീൻ എന്ന് പൗലോസ് അവർക്ക് കർക്കശമായ ആലോചന അവരോട് കൊടുക്കുകയാണ്. 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അതായത് പൗലോസ് ഈ 1-ാമത്തെ ലേഖനം എന്ന് പറഞ്ഞ് നമ്മുടെ പക്കലുള്ള ഈ ലേഖനത്തിന് മുൻപ് പൗലോസ് കൊരിന്ത്യർക്ക് മറ്റൊരു ലേഖനം എഴുതിയിരുന്നു. ഞാൻ ആ പുസ്തകത്തില് എൻ്റെ പുസ്തകത്തിൽ 195-ാമത്തെ പേജിൽ അത് പറയുന്നുണ്ട്. 2-ാമത്തെ ലേഖനത്തിന് പശ്ചാത്തലം എഴുതുമ്പോൾ അത് പറയുന്നുണ്ട്. പൗലോസിന്റെ 2 ലേഖനങ്ങളാണ് നമുക്ക് പഠിക്കുവാൻ ദൈവവചനത്തിൽ കാനൂനായിട്ട് ലഭിച്ചിട്ടുള്ളത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനവും 2-ാം ലേഖനവും. പക്ഷേ 1-ാം ലേഖനം എന്ന് പറഞ്ഞ് നാം പഠിക്കുന്നത് പൗലോസ് എഴുതിയ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനവും 2-ാം ലേഖനം എന്ന് പറഞ്ഞ് പഠിക്കുന്നത് 4-ാമത്തെ ലേഖനവുമാണെന്ന് പൗലോസിന്റെ ലേഖനത്തിൽ നിന്ന് തന്നെ നമുക്ക് തെളിവുകൾ ലഭിക്കുന്നുണ്ട്. എഫെസോസിലെ തന്റെ 2-ാം വർഷത്തിൽ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം എന്ന് പറയുന്ന ഈ ലേഖനം അവർക്ക് എഴുതിയ, എന്നാൽ അതിനു മുമ്പ് തന്നെ 1 വർഷം മുൻപ് തന്നെ ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് പറഞ്ഞ് ഒരു ലേഖനം അവർക്ക് താൻ എഴുതി അയച്ചിരുന്നു. അതാണ് പൗലോസ് 9-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നത്. പിന്നീട് ചില നാളുകൾ കഴിഞ്ഞ ശേഷം ആ ലേഖനം കൊണ്ട് കാര്യമായ ഫലം ഉണ്ടായില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ ചിലര് പൗലോസിന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ദുർനടപ്പുകാരനായ ഒരുവൻ അവരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. അത് നിമിത്തം മറ്റൊരു ലേഖനം കൂടി അവർക്ക് എഴുതി അയക്കുന്നതാണ് ഈ 2-ാമത്തെ ലേഖനം. പിന്നെ പൗലോസ് തീത്തോസിന്റെ കൈവശം ഒരു ലേഖനം അവർക്ക് എഴുതി അയച്ചിരുന്നുവെന്നും അതിനുശേഷമാണ് 4-ാമത്തെ ലേഖനം എന്ന് പറയുന്ന ആ ലേഖനം, നമ്മൾ 2-ാമത്തേതെന്ന് പറഞ്ഞ് കാനോനായിരിക്കുന്ന ആ ലേഖനം പഠിക്കുന്നത്. അത് ഞാൻ പിന്നെ നിങ്ങൾ ആ പുസ്തകത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ എന്റെ അനുമാനമല്ല, ദൈവവചനത്തിൽ പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 1-ാമത്തെ ലേഖനം കൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടായില്ല. അവരുടെ ഇടയിൽ ഇപ്പോഴും ദുർനടപ്പ്, അതും ജാതികളുടെ ഇടയിൽ പോലും കാണാത്ത വിധത്തിലുള്ള ഒരു മ്ലേച്ഛത. അതാരാ? സഭയ്ക്കുള്ളിലുള്ള ഒരുവൻ. അവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ എന്ന് പൗലോസ് കർക്കശമായ നിർദ്ദേശം കൊടുക്കുക. 12-ാം വാക്യത്തിൽ അദ്ദേഹം തന്റെ പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്, പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം? അകത്തുള്ളവരെ, സഭയ്ക്കുള്ളിലുള്ളവരെ, ആ ദുഷ്ടനെ, നിങ്ങളുടെ ഇടയിലുള്ള ആ ദുഷ്ടനെ നീക്കിക്കളവീൻ. അവരുടെ ഇടയിൽ മ്ലേച്ഛമായ ദുർനടപ്പുണ്ടായിരുന്നിട്ടും അവർ ചീർത്തിരിക്കുകയാണ്. ലവോദിക്ക സഭയെ പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു, ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞ് ആ സഭ വെളിപ്പാട് പുസ്തകം എടുത്താണ്ട് 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കിയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. സഭയോട് പറയുകയാണ്,
നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതോഷ്ണവാനുമാണ്. നിന്റെ മനോഭാവം എന്താണ്? ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. അനേകരുടെയും മനോഭാവം ഏതാണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു. പക്ഷേ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നോക്കുമ്പോൾ കാണുന്നത് നിർഭാഗ്യനായ, അരിഷ്ടനായ, ദരിദ്രനായ, ആത്മീക അർത്ഥത്തിലാണ്, മനസ്സിലാക്കണം, കുരുടനായ ഒരവസ്ഥയിലാണ് പലരും ആയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പരീശന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കുരുടരോ എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു. അപ്പോൾ കാണുന്നു എന്ന് പറയുന്നവർ, സമ്പന്നരായിരിക്കുന്നു എന്ന് പറയുന്നവർ, പക്ഷെ ആത്മീയ അർത്ഥത്തിൽ അവർ ഏതുമില്ലാത്ത ഒരു അവസ്ഥയിൽ ആയിരിക്കുന്നു. കുരിന്ത്യ സഭയെ നോക്കി പൗലോസ് പറയുകയാണ്, നിങ്ങൾ ചീർത്തിരിക്കുന്നു, നിങ്ങൾ ധനവാന്മാരാണ്, സമ്പന്നന്മാരാണ്, എല്ലാം തികഞ്ഞവരാണ് എന്നുള്ള ചിന്തയിൽ നിങ്ങൾ ഇരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ജീർണത, ആ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രശംസ നന്നല്ല എന്ന് പൗലോസ് ശാസനയായി പറയുകയാണ്. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പെസഹ പെരുന്നാളിൽ കഴിക്കുന്ന അപ്പത്തിന്റെ പുളിപ്പില്ലായ്മയെ കുറിച്ച് അവിടെ ഉദ്ധരിച്ച് പരാമർശിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്, പെസഹ താഴത്തിന് പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. അന്ന് പുളിച്ച മാവ് വീടുകളിൽ ഉണ്ടാകുവാൻ പാടില്ല. ഈസ്റ്റിന്റെ അല്ലെങ്കിൽ ആ പുളിപ്പിന്റെ അനുഭവം ഒരു ഭവനത്തിലും ഉണ്ടാകുവാൻ പാടില്ല. പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു. അതിന്റെ രക്തം കൊണ്ട് സംഹാരദൂതനിൽ നിന്നും തുറന്ന മിസ്രൈമി അടിമത്വത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കേണ്ടതിന് കർത്താവ് അവരോട് പറഞ്ഞ ആലോചന പ്രകാരം അവർ പ്രവർത്തിച്ചു. അതിന്റെ ഓർമ്മയാണ് അവരാണ്ടുതോറും ആചരിച്ചു വന്ന പെസഹ പെരുന്നാൾ. പെസഹ കുഞ്ഞാട് ക്രിസ്തു എന്ന ദൈവത്തിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ നിഴലായിരുന്നു. പൗലോസ് ഇവിടെ പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടത് ക്രിസ്തു തന്നെ. അതുകൊണ്ട് ആ ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായ നമ്മുടെ ഇടയിൽ, ദൈവസഭയിൽ പുളിപ്പിന്റെ അനുഭവം ഉണ്ടാകരുത്. പുളിപ്പിന്റെ അനുഭവം ഉണ്ടാകരുത്. തിന്മയുടെ പ്രതീകമായ, പാപത്തിന്റെ പ്രതീകമായ പുളിപ്പ്, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് പെസഹ ആചരിക്കുന്നവരാണ് ദൈവജനം. ദൈവജനം പുളിപ്പില്ലാത്ത മാവ് കൊണ്ട്, ദൈവജനം തിന്മയും ദുഷ്ടതയും ഇല്ലാത്തവരായി പുളിപ്പില്ലാത്ത മാവെന്ന പോലെ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തിന്മയും ദുഷ്ടതയും ഇല്ലാത്തവരായി, പുളിപ്പില്ലാത്ത മാവ് എന്ന പോലെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ലേഖനത്തിൽ പറഞ്ഞ വാക്യം ഞാൻ ആദ്യം കാണിച്ചത്, മുകളിൽ കാണുന്നത്, തന്റെ മണവാട്ടിയാകുന്ന സഭ കറ ചുളക്കം മുതലായത് ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ തന്റെ മുൻപാകെ നിൽക്കുന്നത് കാണുവാൻ ഉത്തമ മണവാളനായ ക്രിസ്തു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് പാപത്തിന്റെ പുളിമാവിനെ, തിന്മയുടെ പുളിമാവിനെ, ദുഷ്ടതയുടെ പുളിമാവിനെ നീക്കം ചെയ്യുവാൻ കൊരിന്ത്യ സഭയോട്, ദുർനടപ്പിന്റെ പുളിമാവിനെ നീക്കം ചെയ്യുവാൻ കൊരിന്ത്യ സഭയോട് പൗലോസ് കൽപ്പിച്ചിരിക്കുകയാണ്. ഒരു ഉത്തരവാദിത്തമുള്ള പിതാവ് തന്റെ മകളെ യോഗ്യനായ ഒരു പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത് പോലെ കൊരിന്ത്യ സഭയെ
അവരുടെ ആത്മീക പിതാവെന്ന നിലയിൽ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അനേകം ഗുരുക്കന്മാരുണ്ടായിരുന്നു, പക്ഷെ പിതാക്കന്മാര് ഏറെയില്ല. ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് എന്ന് പൗലോസ് പറയുന്നുണ്ട് 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ. അപ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു പിതാവെന്നുള്ള നിലയിൽ, ഒരു ആത്മീക പിതാവെന്ന നിലയിൽ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ താൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. നമ്മുടെ പെസഹ കുഞ്ഞാട് വറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കണം. ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായ നാം സ്വച്ഛത അഥവാ സിൻസിയറിറ്റി, സത്യം അഥവാ ട്രൂത്ത് ആകുന്ന പുളിപ്പില്ലായ്മ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. സിൻസിയർ എന്നുള്ള വാക്കിന് ഒരു ഫോക്ക് എറ്റിമോളജി ഇങ്ങനെയാണ് പറയുന്നത്. സിനെ സെറ എന്ന 2 ലാറ്റിൻ വാക്കുകൾ ചേർന്നാണ് സിൻസിയർ എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത്. സിനെ സെറ എന്ന് പറഞ്ഞാൽ വിതൗട്ട് വാക്സ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് മീനിങ്. മെഴുകില്ലാത്തത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഫർണിച്ചറുകളും മറ്റും തേക്കിന്റെയും മറ്റും ഫർണിച്ചറിലൊക്കെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ചില കുഴികളൊക്കെ വാക്സ് വെച്ച് അടച്ചിരിക്കും. തടിയുടെ പോടുകളൊക്കെ വാക്സ് വെച്ച് അടയ്ക്കും. പുരാതന കാലത്ത് മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ശില്പത്തിൽ ശില്പിയുടെ കൈപ്പിഴ കൊണ്ടൊരു പാളിച്ച വന്നാലോ അഥവാ തടിയുടെ കേടുകൊണ്ട് ഒരു വൈകല്യമുണ്ടെങ്കിൽ, ഒരു കേടുണ്ടെങ്കിൽ ശില്പി അവിടെ വാക്സ് വെച്ച് അതിനെ അടച്ച് അതിനെ നിരപ്പാക്കി പോളിഷ് ചെയ്ത് അടക്കും. അപ്പോൾ അതിനെ വാക്സ് വെച്ചടച്ച് അതിനെ ഒരു കാപട്യത്തിന്റെ വാക്സ് കൊണ്ട് മൂടിയിരിക്കുക. എന്നാൽ ചില ശില്പങ്ങളുടെ താഴെ ഇങ്ങനെ എഴുതി വെക്കും, സിനെ സെറ വിത്തൗട്ട് വാക്സ് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു കേടുമില്ലാത്തതാണ്, കാപട്യം ഏതുമില്ലാത്തതാണ്. ഇംഗ്ലീഷിൽ സിൻസിയർ എന്നുള്ള വാക്കിന്റെ എറ്റിമോളജി സംബന്ധിച്ച് ഒരു ഫോക്ക് സ്റ്റോറി ഇങ്ങനെയാണ് ആ പദം ഉത്ഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അപ്പം കാപട്യം ഏതുമില്ലാത്ത സ്വച്ഛതയുടെയും സത്യത്തിന്റെയും പുളിപ്പില്ലായ്മ കൊണ്ട് ദൈവജനം ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്നാൽ ഇന്ന് സഭകളിൽ സത്യസന്ധത ഏതുമില്ലാത്തവര്, കാപട്യം ഏതുമില്ലാത്ത കുൽസിത ബുദ്ധികളാണ് പലപ്പോഴും വലിയ കുലീനന്മാരായി വിളങ്ങുന്നത്. കൊരിന്ത്യ സഭയോടായിട്ട് പറയുന്നു, അല്ല, ദൈവവചനത്തിന്റെ കാലദേശ സീമകൾക്ക് അതീതമായ പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്. അതുകൊണ്ട് നമ്മോടും കൂടെ ദൈവവചനം പറയുകയാണ്, പെസഹ കുഞ്ഞാടായി അറുക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ സകല കാപട്യവും വെടിഞ്ഞ് സത്യസന്ധതയോടെ ദൈവത്തെ ആരാധിക്കണം. സ്വച്ഛതയും സത്യവുമാകുന്ന പുളിപ്പില്ലായ്മ കൊണ്ട്. കാപട്യം ദൈവം വെറുക്കുന്ന ഒരു സ്വഭാവമാണ് ഹിപ്പോക്രസി. കർത്താവ് തന്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് ഏറ്റവും അധികം കണ്ടം ചെയ്തിട്ടുള്ളത് കാപട്യത്തിന്റെ ആൾരൂപങ്ങളായിരുന്ന ആ കാലത്തെ പരീശന്മാരെയായിരുന്നു. പ്രമാണത്തിന്റെ കർമാചാരങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നവർ ബാഹ്യമായ ആചാരങ്ങളെല്ലാം പിന്തുടരുമ്പോൾ തന്നെ അകമേ മാനസാന്തരത്തിന്റെ അനുഭവം ഇല്ലാതിരുന്ന, അകത്ത് പുറമേ വെള്ള തേച്ച ശവക്കല്ലറകൾ പോലെ അകത്ത് സകല ചീഞ്ഞളിഞ്ഞ അസ്ഥികൾ മാത്രം ആയിരിക്കുന്ന അവസ്ഥ. അങ്ങനെ കാപട്യത്തിന്റെ ആൾരൂപങ്ങളായിരുന്ന ആ പരീശന്മാര് കർത്താവ് ഏറ്റവും അധികം ശാസനാരൂപത്തിൽ അവരോട് സംസാരിച്ചിട്ടുണ്ട്. ദൈവം വെറുക്കുന്ന സ്വഭാവമാണ് കാപട്യം. നാം സ്വച്ഛത അഥവാ കാപട്യമില്ലായ്മയാൽ, മെറിയൻ വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ സിൻസിയറിറ്റി എന്നുള്ള ആ വാക്കിന് കൊടുത്ത മീനിങ് ഓണസ്റ്റി ഓഫ് മൈൻഡ്, ഫ്രീഡം ഫ്രം ഹിപ്പോക്രസി, മനസ്സിന്റെ സത്യസന്ധത, കാപട്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഈ അർത്ഥങ്ങളാണ് മറിയം വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ സിൻസിയറിറ്റി എന്നുള്ള വാക്കിന് കാണുന്നത്.
മനസ്സിന്റെ സത്യസന്ധത, ഹൃദയത്തിന്റെ സത്യസന്ധത, കാപട്യമില്ലായ്മ. ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും എന്നതുപോലെ ദുർനടപ്പ് എന്ന പുളിമാവ് കൊരിന്ത്യ സഭയെ മുഴുവൻ അശുദ്ധമാക്കുന്നുവെന്ന് പൗലോസ് താക്കീത് നൽകുകയാണ്. ആകയാൽ നിങ്ങളുടെ ഇടയിൽ നിന്നും പാപത്തെ നീക്കം ചെയ്യുക. ക്രിസ്തു എന്ന പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവർ, അവരുടെ ഇടയിൽ പുളിപ്പ്, തിന്മയും ദുഷ്ടതയുമാകുന്ന പുളിപ്പ് ഉണ്ടാകുവാൻ പാടില്ല. 11-ാം വാക്യത്തിൽ പറയുന്നത്, സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോട് കൂടെ ഭക്ഷണം കഴിക്കാൻ പോലും അരുത്. സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ഒരുപക്ഷെ ഒഴിവാക്കും. അടുത്തൊരു ഒരു പേരോടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? എന്തോ അതിന്റെ മീനിങ് എന്താണ്? പരദൂഷണം പറയുന്നവർ. ഈ പഴയ മലയാളമൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പല വാക്കുകളും നമ്മൾ അറിയണം. പിന്നെ ഇംഗ്ലീഷിൽ പോയി നോക്കണം, അല്ല പോയി ഗ്രീക്ക് ഭാഷയിൽ പോയി നോക്കണം. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് നമുക്ക് അത്ര പരിചിതമല്ലാത്ത വാക്കുകളാണ്. വാക്കിന്റെ അർത്ഥം പരദൂഷണം പറയുന്നവനെന്ന്. നമ്മുടെ ഏതെങ്കിലും സഭയിൽ നിന്ന് പരദൂഷണം പറയുന്നെന്ന് പറഞ്ഞ ഒരാളെ മുടക്കിയ ചരിത്രം നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല. പക്ഷെ നാം അങ്ങനെയുള്ളവരുമായിട്ട് അകലം കീപ്പ് ചെയ്യാൻ, സഹോദരൻ എന്ന പേർപ്പെട്ടവൻ ദുർനടപ്പുകാരൻ, അതെ, ദുർനടപ്പുകാരോട് സംസർഗമരുത്. നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കും. അത്യാഗ്രഹി, ഒരാളോ വരെ അത്യാഗ്രഹികളെയും വിഗ്രഹാരാധിയെ നമ്മൾ അങ്ങനെ അവരുമായിട്ടൊരു സാഹോദര്യ ബന്ധം കാത്തു സൂക്ഷിക്കുന്നില്ല. അക്ഷരികമായ ആരാധന, ദൈവന പ്രകാരം വിഗ്രഹാരാധന എന്ന് പറയുന്നത് അത്യാഗ്രഹം തന്നെ വിഗ്രഹാരാധനയാണ്. ഓക്കെ, എന്നാൽ ഇവരെയൊക്കെ ഒഴിവാക്കിയാലും ഒഴിവാക്കാത്ത ഒരു കൂട്ടരാണ് വാവിഷ്ഠാണക്കാര്, പരദൂഷണക്കാർ. അങ്ങനെയുള്ളവരോടുകൂടെ ഭക്ഷണം പോലും കഴിക്കരുതെന്ന ദൈവനം പറയുന്നത്. ഇനി ക്ലാസ് കഴിയുന്നുണ്ടെ അല്പസമയം കിട്ടുന്നുടനെ ആരെങ്കിലും വിളിച്ചിട്ട് പരദൂഷണം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് സംസർഗം വേണ്ടെന്ന് വെക്കണം. മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉള്ളവരുമായിട്ട് സംസർഗമരുതെന്ന് ശക്തമായി പറയുകയാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, അങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുക എന്ന് പറഞ്ഞ് ശാസന പറഞ്ഞുകൊണ്ട് 5-ാം അധ്യായം അവിടെ അവസാനിക്കുകയാണ്. 6-ാം അധ്യായത്തിലേക്ക് പോകാം. ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും 2 പ്രധാന വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ സഹോദരങ്ങൾക്കിടയിലെ വ്യവഹാരങ്ങൾ എന്ന വിഷയമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. 2-ാമത് 9-ന്റെ ബി പാർട്ട് മുതൽ 20 അവസാനം വരെയുള്ള വാക്യങ്ങളിൽ ധാർമ്മികമായ മലിനീകരണം, അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അധാർമികതകൾ, ആ വിഷയങ്ങളാണ് പൗലോസ് അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആ 3-ാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സഹോദരങ്ങൾക്കിടയിലെ വ്യവഹാരങ്ങൾ. 6-ന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെ അല്ല അഭക്തന്മാരുടെ മുൻപിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? പൗലോസ് അതിശയം കൂറുകയാണ്. സഹോദരന്മാർക്കിടയിൽ വ്യവഹാരമുണ്ടെങ്കിൽ അവർ വിശുദ്ധന്മാരുടെ ഇടയിലല്ല, അഭക്തന്മാരുടെ മുൻപാകെ വ്യവഹാരത്തിന് പോകുന്നു. സഭയ്ക്ക് പുറത്തുള്ളവരുമായി തർക്ക വിഷയങ്ങൾ സംബന്ധിച്ചല്ല ഇവിടെ പറയുന്നത്. സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കം, അഭക്തരുടെ മുൻപാകെ വ്യവഹാരത്തിന് പോകുമ്പോൾ നിങ്ങളുടെ സാക്ഷ്യം നഷ്ടമാകുന്നു. പുറത്തുള്ളവരുമായിട്ടുള്ള വിഷയത്തിൽ
പൗലോസ് പോലും ജാതികളുടെ കോടതികൾക്ക് മുൻപാകെ വ്യവഹാരത്തിന് പോയതായിട്ട് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവൃത്തികൾ 25:11 താൻ കൈസറെ അഭയം ചൊല്ലുന്നുണ്ട്. പുറത്തുള്ളവരുമായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്കറിയാം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിലും പുറത്തുള്ളവരുമായ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചർച്ചിൽ പോയി ഞങ്ങൾ പാസ്റ്ററായിട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അവർ കേൾക്കില്ല. അപ്പോൾ നമുക്ക് ദൈവം അനുവദിച്ചിട്ട് ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥാപിതമായ ചില സംവിധാനങ്ങളുണ്ട്. അവയെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല. ആ നിലയിൽ പൗലോസും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിശ്വാസികൾ തമ്മിലുള്ള വിഷയങ്ങൾ തീർക്കേണ്ടതിന് അഭക്തന്മാർക്ക് മുൻപാകെ പോകുമ്പോൾ ദൈവസഭയുടെ ഐക്യതയെക്കാളും സാക്ഷ്യത്തെക്കാളും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയാണ് എന്ന് പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവസഭയുടെ ഐക്യതയെക്കാളും സാക്ഷ്യത്തെക്കാളും സ്വന്തം അവകാശം, സ്വന്തം താല്പര്യങ്ങൾ, അവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. നമ്മുടെ കർത്താവ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പനയാണ്, എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഒരുവൻ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുക എന്ന് പറയുമ്പോൾ, ക്രൂശ് എടുത്ത് നടക്കുന്നവരെന്ന് പറയുന്നത് വിധിസ്ഥലം മുതൽ കുലസ്ഥലം വരെയുള്ള യാത്രയാണ് ക്രൂശ് എടുത്തുകൊണ്ടുള്ള യാത്ര. ക്രൂശ് എടുത്തുകൊണ്ടുള്ള യാത്ര എന്ന് പറയുന്നത് വിധിക്കപ്പെടുന്ന ഇടം മുതൽ കൊല ചെയ്യപ്പെടുവാനുള്ള ഇടം വരെയുള്ള യാത്രയാണ്. എന്ന് പറഞ്ഞാൽ ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുന്നവൻ തന്നെത്താൻ മരിച്ചവനായി എണ്ണപ്പെടുകയാണ്. മരിച്ചവന് പിന്നെ പ്രത്യേകിച്ച് താല്പര്യങ്ങളിൽ, ആഗ്രഹങ്ങളിൽ ഒന്നുമില്ല. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ 2:20 വാക്യത്തിൽ പറയുന്നുണ്ട്. 2:20 വായിച്ചാട്ട്, ഗലാത്യർ 2:20. അവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ, കാണാതെ പറയേണ്ട വാക്യമാണ്, ഗലാത്യർ 2:20. ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ എടുത്ത് ജീവിക്കുന്നതോ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവപുത്രങ്കിലേക്കുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ താൻ മരിച്ചവനായി താൻ എണ്ണുകയാണ്. വീണ്ടും 5:24 പറയുന്നു, those who belong to Christ Jesus have crucified their sinful nature with its passions and desires. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തെ എന്ന് പറയുന്നത് സിൻഫുൾ നേച്ചറാണ്. രാഗമോഹങ്ങളുള്ള ആ പാപ സ്വഭാവമുള്ള ആ പാപ പ്രകൃതമുള്ള ആ ആശ ഇച്ഛകളെയൊക്കെയാണ് ക്രൂശിച്ചിരിക്കുന്നത് ക്രിസ്തുയേശുവിനുള്ളവർ. അങ്ങനെ ജഡത്തെ ക്രൂശിച്ചിട്ടുള്ളവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുയേശുവിനുള്ളവർ. ഗലാത്യർ 5:24 അങ്ങനെ പറയുന്നു. അങ്ങനെ തന്റെ ക്രൂശെടുത്തുകൊണ്ട്, അതായത് മരിച്ചവനായി തന്നെത്താൻ എണ്ണിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് അവന്റെ താല്പര്യങ്ങൾ ഒന്നുമില്ല. അവന്റെ താല്പര്യം, ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്, കർത്താവിനെ പ്രസാദിപ്പിക്കണം, അത് മാത്രമാണ് അവന്റെ ലക്ഷ്യമായിരിക്കുന്നത്. ഗലാത്യർ 2:20 പറഞ്ഞിരിക്കുന്നത് തന്നെ അതിന്റെ 2ാം ഭാഗത്ത് പറയുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ. അപ്പോൾ ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. എന്നിലൂടെ ക്രിസ്തുവിന്റെ നാമമാണ് മഹത്വപ്പെടേണ്ടത്. ഇതായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിന്റെ താല്പര്യം. അങ്ങനെയാകുന്നുവെങ്കിൽ നമ്മുടെ അവകാശങ്ങൾക്ക് അല്ല പ്രാധാന്യം, ദൈവസഭയുടെ
സാക്ഷ്യത്തിനാണ് പ്രാധാന്യം. ജാതികളുടെ മുൻപാകെ, അഭക്തരുടെ മുൻപാകെ നിങ്ങൾ വ്യവഹാരത്തിന് പോകുന്നുവെന്ന് പൗലോസ് പറയുമ്പോൾ 6-2 വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. 6-2 വാക്യം, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുന്നത്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുന്നത് എപ്പോഴാണ്? നമ്മളാരെങ്കിലും പഠിച്ച് നല്ല ഒരു അഡ്വക്കേറ്റായി, നല്ല പിന്നീട് എക്സാം ഒക്കെ എഴുതി നല്ലൊരു ജഡ്ജിയൊക്കെ ആയാൽ, ഇവിടെ അങ്ങനെ എനിക്ക് നമ്മുടെ ബൈബിൾ കോളേജിൽ തന്നെ പഠിച്ചിട്ടുള്ളവർ ജഡ്ജിയായിട്ടിരിക്കുന്ന ആളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ലോകത്തെ വിധിക്കുന്നതിനെ പറ്റി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. മത്തായി 19:28 ഒന്ന് വായിച്ചാട്ട്. മത്തായി 19:28. നമ്മുടെ കർത്താവ് യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ പുനരുത്ഥാനത്തിൽ, അതായത് ഇവിടെയല്ല, പുനരുത്ഥാനത്തിൽ ശിഷ്യന്മാരോട് പറയാ ഇസ്രായേൽ ഗോത്രം 12നെ ന്യായം വിധിക്കും. അത് ശരി, നമ്മൾ ജാതികളായ നമുക്കെന്താണ്? ജാതികളായ നമുക്കെന്ത് കാര്യം? അത് ശിഷ്യന്മാരോട് പറഞ്ഞ് ഇസ്രായേൽ ഗോത്രം 12നെ ന്യായം വിധിക്കും. വെളിപ്പാട് പുസ്തകം 2:26 വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 2:26 വാക്യം. നമുക്ക് വല്ല പ്രത്യാശയുണ്ടോ നോക്കാം. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവിടെ കർത്താവ് തുയത്തൈര സഭയോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, മുമ്പേ പറഞ്ഞല്ലോ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കാലദേശ സീമകൾക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് ഞാൻ എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അപ്പൊ നമുക്കും പ്രതീക്ഷയുണ്ടല്ലേ? നമ്മളാരും ഇസ്രായേൽ ഗോത്രം ഒന്നും അല്ലല്ലോ. ആരെങ്കിലും ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ടവർ ഇവിടെ ഉണ്ടോ? ഈ ക്ലാസ്സിലുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ പ്രതീക്ഷ എന്താണ്? തുയത്തൈര സഭ ജാതികളുടെ സഭയാണ്. അതുപോലെ നമ്മുടെ പ്രതീക്ഷ എന്താണ്? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും, നാമും ന്യായവിധിക്കായി സിംഹാസനത്തിൽ ഇരിക്കുന്ന ജാതികളുടെ മേൽ അധികാരമുള്ളവരായിരിക്കുന്ന ഒരു കാലമുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7:21 വാക്യം ഒന്ന് വെച്ച്. ദാനിയേൽ 7:21. വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. നോക്കൂ, വയോധികനായവൻ വന്ന്, വയോധികനായവൻ എന്നുള്ളത് ഒരു പരിഭാഷയിലെ തെറ്റാണ്. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയാൽ അറിയാം, ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുരാതനനായവൻ എന്നാണ് അവിടെ ശരിക്കും വരേണ്ട പരിഭാഷ. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയാൽ മതി, ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. ആ പുരാതനനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജത്വം കൈവശമാക്കുകയും ചെയ്യുന്ന കാലം വരികയും ചെയ്യുമ്പോൾ വിശുദ്ധന്മാര് രാജത്വം പ്രാപിക്കുന്ന ഒരു കാലം നമുക്കുണ്ട്. അതെവിടെയാണ്? വിശുദ്ധന്മാർ ലോകത്തെ പ്രധാനമായും ജാതികളിൽ ഉള്ളവരാണ്. യഹൂദന്മാരുമുണ്ട് കൊരിന്ത്യയിൽ. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തെ വിധിക്കുന്നവരാണ്. അവിടെ നിന്നില്ല. വാക്യം പറയുന്നത് എന്താണ്? ആ വാക്യത്തിൽ പറയാണ്, യൂതന്മാരെ വിധിക്കും. പിന്നെയും ചോദിക്കുക, നിങ്ങൾ ലോകത്തെ വിധിക്കും. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയൂ. നിങ്ങൾ ദൂതന്മാരെ വിധിക്കും. ഇങ്ങനെ അധികാരം പ്രാപിച്ച് ന്യായാധിപ സ്ഥാനങ്ങളിൽ, സിംഹാസനങ്ങളിൽ ഇരിക്കേണ്ടവരായ നിങ്ങൾ
നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ജാതികളുടെ മുൻപാകെ വ്യവഹാരത്തിന് പോകുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. നിങ്ങൾ തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തതെന്ന് എന്ന് പൗലോസ് ചോദിക്കുകയാണ്. സഹോദരനുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അത് തീർപ്പാൻ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന ആലോചനയുണ്ട്. മത്തായി 18:15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് തീർക്കുവാനുള്ള മാർഗം വായിച്ചാട്ട്. മത്തായി 18:15 മുതൽ 19 വരെ. അവന് മാത്രം ഉള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് പറയുന്നത് എന്താണ്? സഹോദരനുമായിട്ട് നീയും അവനും മാത്രമുള്ള അവനോട് സൗകര്യമായിട്ട് മാറ്റി നിർത്തി, സഹോദര ഇന്നതുപോലെ ഒരു വിഷയമുണ്ട് എന്ന് പറഞ്ഞ് അവനുമായിട്ട് നിരപ്പാകുവാൻ ശ്രമിക്കുക. അതവൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ സാക്ഷികളായി 2-3 പേരെ കൂടെ, വിശ്വാസികളെ കൂടെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അതും അവന് കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുകയും സഭയെ കൂടെ കൂട്ടാക്കാഞ്ഞാൽ അവനെ പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ എന്ന് പറയുക. എന്നിട്ട് അടുത്ത വാചകം, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ നാം സഹോദരനുമായിട്ട് പേഴ്സണലി സംസാരിച്ചു, അത് അംഗീകരിച്ചില്ല. സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്നു, അവരെയും കൊള്ളുന്നില്ല. സഭ പൊതുവായിട്ട് അവനോട് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എങ്കിൽ പിന്നെ അവനെ റൈറ്റ് ഓഫ് ചെയ്തേക്കുക. നിങ്ങൾ അവനെ പിന്നെ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗം അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങളെ സഭയെയും കൂട്ടാക്കാഞ്ഞാൽ സ്വർഗം അവനെ തള്ളിക്കളയും എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 5-ാം അധ്യായത്തിൽ വായിച്ചില്ലേ? 5-ാം അധ്യായത്തിൽ വായിച്ച ഒരു ഭാഗം ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് ഇതാണ്. കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. അവനെ പുറത്താക്കുക. അവിടെ ഇത് തന്നെയാണ് ആശയം. 5:3 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ 5:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന ഇത് തന്നെയാണ് ആശയം. പറഞ്ഞതുപോലെ പുറത്താക്കി കളയുക. അങ്ങനെ ചെയ്യുവാൻ വകയുണ്ട്. അല്ലാതെ സഹോദരന്മാർ തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് 6-7-8 വാക്യങ്ങൾ പറയുന്നത് വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിന് പകരം നിങ്ങൾ അന്യായം സഹിക്കൊള്ളാത്തത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും സഹോദരന്മാർക്ക് തന്നെ ഭക്തരുടെ മുൻപാകെ വ്യവഹാരവുമായി കൂട്ടിക്കാണിക്കുകയാണ്. സഹോദരന്മാരുടെ മുൻപാകെ സഹോദരന്മാരുമായി ഉള്ള വിഷയത്തിൽ അഭക്തരുടെ മുൻപാകെ വ്യവഹാരത്തിന് പോകുമ്പോൾ ഒന്ന് ലോകത്തിന്റെ മുൻപാകെ ക്രിസ്ത്യാനിയുടെ സാക്ഷ്യം നഷ്ടമാകുന്നു. ലോകത്തിന്റെ മുൻപാകെ ക്രിസ്ത്യാനികളുടെ സാക്ഷ്യം നഷ്ടമാകുന്നു. പണ്ട് കേരളത്തിലെ 2 പാസ്റ്റർമാർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. കോടതിയിൽ ചെന്നപ്പോൾ ഹൈന്ദവനായ ഒരു ജഡ്ജി അവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞത് പേപ്പറിലൊക്കെ ചിലരൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ അവിടെയൊക്കെ പോകുന്നില്ല, അത് വിടാം, പോട്ടെ. ജാതികളുടെ മുൻപാകെ
ലോകത്തിന്റെ മുൻപാകെ ക്രിസ്ത്യാനികളുടെ സാക്ഷ്യം നഷ്ടമാകുന്നു. 2, നിങ്ങൾ ജാതികളെ വിധിക്കും, വിശുദ്ധന്മാർ ജാതികളെ വിധിക്കും, വിശുദ്ധന്മാർ ദൈവദൂതന്മാരെ വിധിക്കും. അപ്പോൾ നമ്മുടെ പദവി, ആ പദവിക്ക് യോഗ്യമായി നടക്കുന്നതിൽ നാം പരാജയപ്പെടുന്നു. 1, ലോകത്തിന്റെ മുൻപാകെ സാക്ഷ്യം നഷ്ടപ്പെടുന്നു. 2, നമ്മുടെ പദവിക്ക് യോഗ്യമായി ജീവിക്കുന്നതിൽ പരാജയപ്പെടുന്നു. 3, നമുക്ക് ഏറിയ നഷ്ടമുണ്ടാകുന്നു. അതായത് നമ്മുടെ സഹോദരനെ നമുക്ക് നഷ്ടമാകുന്നു. കൂടാതെ നാം ദൈവരാജ്യം അവകാശമാക്കുകയുമില്ല. 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 9-ന്റെ ആദ്യ ഭാഗം വരെ പറഞ്ഞിരിക്കുന്ന കാര്യം അവിടെ അവസാനിക്കുന്നു. 9-ന്റെ 2-ാം ഭാഗം, അതായത് 9b മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇനി നാം പഠിക്കുവാൻ പോകുന്നത്. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഇങ്ങനെ ആ ഭാഗം കിടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ മുമ്പ് നിങ്ങളോട് ഓർമ്മിപ്പിച്ചതാണ്, കൊരിന്ത് പട്ടണത്തിൽ പാർക്കുമ്പോഴാണ് പൗലോസ് റോമർക്ക് ലേഖനം എഴുതുന്നത്, റോമയിലെ സഭയ്ക്ക് ലേഖനം എഴുതുന്നത്. റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് ജ്വലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവിടെ പല മ്ലേച്ഛതകളെ പറ്റി താൻ പരാമർശിക്കുന്നുണ്ട്. അവിടെ റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ മ്ലേച്ഛതകൾ കൊരിന്ത് പട്ടണത്തിൽ പൗലോസ് കണ്ടതായ മ്ലേച്ഛതകളുടെ ഒരു ചിത്രമായിരുന്നു പൗലോസ് എഴുതിയത് എന്നാണ് വേദപഠിതാക്കൾ, വചനപഠിതാക്കൾ അനുമാനിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതാണ്, കൊരിന്ത് പട്ടണത്തിന്റെ പശ്ചാത്തലം പഠിപ്പിച്ചത്. അതിനാണ് ദൈവനം പഠിപ്പിക്കുമ്പോൾ ഈ പശ്ചാത്തലമൊക്കെ പറയുന്നത്. അവിടെ ആഫ്രഡൈറ്റിന്റെ ക്ഷേത്രം, അതുമായിട്ട് ബന്ധപ്പെട്ട് ദേവദാസിമാരുണ്ടായിരുന്നു. അവരുമായിട്ടുള്ള ബന്ധത്തിലൂടെ ആത്മീകമായ ഒരു ഔന്നത്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്തയിൽ മ്ലേച്ഛ വികാരങ്ങൾക്ക് മതത്തിന്റെ ഒരു മൂടുപടം കൂടെ കൊടുത്തുകൊണ്ട് കൊരിന്തിൽ പ്രചരിച്ചിരുന്നു. കൂടാതെ അപ്പോളോയുടെ ക്ഷേത്രം, ഹോമോസെക്ഷുവാലിറ്റിയുടെ ദേവനാണ് അപ്പോളോ. അപ്പോൾ കൊരിന്തിൽ ഈ 2 മ്ലേച്ഛതകളും നിലനിന്നിരുന്നു. കാമവികാരങ്ങൾക്കും അധാർമികതയ്ക്കും ഭക്തിയുടെ പരിവേഷം നൽകിക്കൊണ്ട് അസാധാരണമായ നിലയിൽ അസാൻമാർഗികത വ്യാപരിച്ചിരുന്ന ഒരു നഗരമായിരുന്നു കൊരിന്ത്. ഈ വക പ്രവർത്തിക്കുന്നവർ, 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ ചിലരും ഈ വക പ്രവർത്തിക്കുന്നവരായിരുന്നു, ഈ വകക്കാരായിരുന്നു എന്ന് പറയാൻ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്ന പലരും, അല്ലെങ്കിൽ ഒരു നല്ല ഭാഗവും ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് മൂലം അവർക്ക് ശുദ്ധീകരണവും വീണ്ടെടുപ്പും നീതീകരണവും ഒക്കെ ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, കൊരിന്ത്യ സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസികളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഭൂമിയുടെ ഉപ്പായിരിക്കണം. ഉപ്പ് എവിടെയായിരിക്കുന്നു, ഏത് ലായനിയിലായിരുന്നാലും ഉപ്പിന്റെ രസം ആ ലായനിയിലേക്ക് വ്യാപരിക്കണം. നാം പാർക്കുന്ന ആ പട്ടണത്തിൽ, അല്ലെങ്കിൽ നമ്മൾ എവിടെയായിരിക്കുന്നോ, നീതിയും വിശുദ്ധിയുമായിട്ടുള്ള ദിവ്യമായ ഗുണങ്ങൾ നമ്മിൽ നിന്നും ആ സമൂഹത്തിലേക്ക് വ്യാപരിക്കുവാൻ ഇടയാകണം. എന്നാൽ കൊരിന്ത്യ സഭ അല്ല, ഇന്നത്തെ സഭകളിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സഭയ്ക്കുള്ളിലേക്ക് ലോകം കടന്നു കയറുകയാണ്. ലോകത്തിന്റെ മ്ലേച്ഛതകൾ, ലോകത്തിന്റെ ദുർനടപ്പ്, ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരികയാണ്. കൊരിന്ത്യ സഭയിലും അങ്ങനെ ഉണ്ടായി. എല്ലാ അധാർമികതയും ദുർനടപ്പും ഉണ്ടായിരുന്നിട്ടും ആ ദുർനടപ്പുകൾക്ക് അവര് തത്വചിന്തകൾ കൊണ്ട് ന്യായീകരണങ്ങൾ കണ്ടെത്തി, ഇരുൾ കൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ
5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് കൽപ്പിച്ചുകൊണ്ട് ഒരു ലേഖനം പൗലോസ് കൊരിന്ത്യയിലുള്ള വിശ്വാസികൾക്ക് എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ ലേഖനം വേണ്ടതുപോലെ ഫലം കണ്ടില്ല. അതുകൊണ്ട് ഈ ലേഖനം വീണ്ടും അദ്ദേഹം എഴുതുകയാണ്. 5-ാം അധ്യായത്തിലും 6:9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലുമെല്ലാം ആ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. പാപങ്ങളുടെ ഒരു പട്ടികയാണ് ഇവിടെ തരുന്നത്. പാപങ്ങളുടെ ഒരു പട്ടിക 5:9 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പാപങ്ങളുടെ ഒരു പട്ടിക നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് അവിടെ പറയുകയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപങ്ങളിൽ ചിലത് ഉദ്ധരിച്ചുകൊണ്ട് ഗലാത്യ ലേഖനത്തിലും എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും അങ്ങനെ ആവർത്തിച്ച് പല ലേഖനങ്ങളിലും പൗലോസ് പറയുന്നുണ്ട്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഗലാത്യർ 5:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. ഗലാത്യർ 5:19 മുതൽ 21 വരെ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ ഒന്നും വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. പൗലോസ് വീണ്ടും അവിടെ ആവർത്തിച്ച് പറയുകയാണ്. ഗലാത്യ ലേഖനത്തിൽ മറ്റിടത്ത് പറഞ്ഞ പോലെ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന തുടങ്ങിയ ഒരു പാപങ്ങളുടെ പട്ടിക കൊടുത്തിട്ട് പറയുക, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. എഫേസ്യർ 5:5 പറയുന്നു, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ, ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഇവിടെ ആവർത്തിച്ച് പറയുന്നത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നമ്മളിവിടെ 6-ാം അധ്യായത്തിൽ 9 മുതൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾ മിക്കവരും ഇംഗ്ലീഷ് ബൈബിളും വായിക്കുന്നവരാണ്. അവിടെ ഇംഗ്ലീഷ് വായിച്ചാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ വാക്കുകളുടെ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകളൊക്കെ വ്യക്തതയുണ്ടാകും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില പദങ്ങൾ നിങ്ങൾ പ്രസംഗപീഠങ്ങളിൽ കയറി പറയുവാൻ വേണ്ടിയല്ല, എന്നാൽ ദൈവവചനം പഠിക്കുന്നവരത് അറിഞ്ഞിരിക്കണം. പ്രസംഗപീഠങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പരിജ്ഞാനത്തോടെ സംസാരിക്കണം. ഒരു സഭയിൽ സംസാരിക്കുമ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ കാണും, മാതാപിതാക്കൾ കാണും, ഗ്രാൻഡ് പേരൻസ് കാണും, ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് കാണും. എല്ലാവരും ഇരിക്കുമ്പോൾ അവിടെ പറയേണ്ടത് പരിജ്ഞാനത്തോടെ സംസാരിക്കണം. ദൈവവചനം പഠിക്കുന്നവരെന്നുള്ള നിലയിൽ നാം അറിഞ്ഞിരിക്കേണ്ടതിന് 2 പദങ്ങളൊന്ന് പരിചയപ്പെടുത്താതിരിക്കാൻ സാധിക്കില്ല, നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം. ഇവിടെ പറയുന്നു ദുർനടപ്പുകാരൻ, മറ്റൊരു പദമാണ് വ്യഭിചാരി. ഇത് രണ്ടുമുള്ള വ്യത്യാസം എന്താണ്? പോർണോസ് എന്നുള്ള പദമാണ് ദുർനടപ്പുകാരൻ എന്ന് പറയാൻ ഉപയോഗിക്കുന്നത്. പോണോഗ്രഫി എന്നുള്ള വാക്ക്, അതിൽ നിന്ന് ഇംഗ്ലീഷിൽ പോണോഗ്രഫി ഒക്കെ വന്നിരിക്കുന്നത്. പോർണോസ് എന്നുള്ള പദം, അതാണ് ദുർനടപ്പുകാരൻ എന്ന് പറയുന്നത്. ഈ പദം എല്ലാ വിധത്തിലുള്ള ലൈംഗിക അധാർമികതയിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്ത്, ആരാസവര സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബൈബിള് വായിച്ചു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ അങ്ങ് മ്യൂട്ട് ചെയ്യണം. നമ്മുടെ ആ ഒരു ഫ്ലോ പോകും. പറഞ്ഞു വരുന്നത് ഒന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ എവിടെ പറഞ്ഞതെന്ന് നമുക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഓക്കെ, എന്റെ മ്യൂട്ടായി. അപ്പൊ പോർണോസ് എന്നുള്ള ഗ്രീക്ക് പദം കൊണ്ട് അർത്ഥമാക്കുന്ന ഒരു വിശാലമായ അർത്ഥമാണ്. അതായത് ലൈംഗികമായ ഏതൊരു അധാർമികത പ്രവർത്തിക്കുന്ന നടപ്പ്, ദുർനടപ്പ്, മലയാളത്തിൽ നല്ല ഇതാണ് നടപ്പ് തന്നെ. നടപ്പ് എന്ന് പറയുന്ന ജീവിതമാണ്. അതിൽ വേശ്യാവൃത്തി ഉൾപ്പെടെ അവിശുദ്ധമായ ഏതൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തി, ഹോമോസെക്ഷുവാലിറ്റി എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ മൊയ്ക്കോസ് എന്നുള്ള ഒരു പദമാണ് വ്യഭിചാരി എന്ന് പറഞ്ഞ് പരിഭാഷ ചെയ്തിരിക്കുന്നത്. മൊയ്ക്കോസ്, ഈ പദം തന്റെ ജീവിത പങ്കാളിയോട് വിശ്വസ്തതയില്ലാതെ തന്റെ ഭാര്യയല്ലാത്ത ഒരുവളുമായി ബന്ധപ്പെടുന്ന ഒരു പുരുഷനെയാ സൂചിപ്പിക്കുന്നത്. അതായത് വിവാഹ ഉടമ്പടിയിൽ അവിശ്വസ്തത കാട്ടുന്ന പുരുഷനാണ് മൊയ്ക്കോസ്. അവിശ്വസ്തത കാണുന്ന സ്ത്രീയെ മൊയ്ക്കാലെ എന്നും പറയും. വ്യഭിചാരിണി അഥവാ മൊയ്ക്കാലെ എന്ന് പറയും. അപ്പോൾ ആ അർത്ഥങ്ങളൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. മൊയ്ക്കോസ് അഥവാ വ്യഭിചാരി എന്ന് പറയുന്നത് വിവാഹിതനായ ഒരു വ്യക്തി, തന്റെ വിവാഹ ഉടമ്പടിയിൽ അവിശ്വസ്തത കാട്ടുന്നവൻ മൊയ്ക്കോസ് അല്ലെങ്കിൽ മൊയ്ക്കാലെ, വ്യഭിചാരിണി. പുതിയ നിയമത്തിൽ ഈ മൊയ്ക്കോസ് എന്നുള്ള പദം ദൈവത്തോടുള്ള ബന്ധത്തിൽ ആത്മീയ അവിശ്വസ്തതയെ സൂചിപ്പിക്കുവാൻ വിശാലമായ അർത്ഥത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആത്മീയ അവിശ്വസ്തത കാട്ടുന്ന വ്യക്തികളെ കുറിച്ചും മൊയ്ക്കോസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ദുർനടപ്പുകാരൻ,
വ്യഭിചാരി, പിന്നെ മറ്റൊരു കൂട്ടരെ പറ്റി 6:10 വാക്യത്തിൽ പറയുന്ന, ഇവിടെയൊക്കെ തന്നെ മടങ്ങി വരാം, കള്ളന്മാർ, 8ാമത്തെ കൽപ്പനയുടെ ലംഘനം നടത്തുന്നവർ, കള്ളന്മാർ, മോഷ്ടിക്കരുതെന്നുള്ള കൽപ്പന ലംഘിക്കുന്നവർ, അത്യാഗ്രഹികൾ, മോഹിക്കരുതെന്ന കൽപ്പന ലംഘിക്കുന്നവർ, ഇതൊക്കെ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയുന്നു. ആധുനിക ലോകം അത്യാഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണതകൾ കൊണ്ട് നിറഞ്ഞതാണ്. എന്നാൽ അത്യാഗ്രഹം വിഗ്രഹാരാധനയാണെന്ന ദൈവവചനം പഠിപ്പിക്കുന്നത്. അടുത്തതായിട്ട് 10ാം വാക്യത്തിൽ പറയുന്നത്, മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നമ്മൾ ആരും മദ്യപിക്കുന്നവരല്ല എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ വിശ്വാസികളുടെ ഇടയിലും മദ്യപിക്കുന്നവരുണ്ടെന്ന് ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. മദ്യപിച്ചിട്ട് നേരെ പോയി കർത്തൃമേശ എടുക്കുന്നവരുണ്ടെന്നുള്ളത് അടുത്ത കാലത്ത് ഞാനത് തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വാസികൾ എന്ന് പേർ പറയുന്നവരുടെ ഇടയിൽ. പുരാതന ഗ്രക്കോ റോമൻ ലോകത്തിൽ മുന്തിരിയുടെയും വീഞ്ഞിന്റെയും ദേവനായിട്ട് അവർ കരുതിയിരുന്നതാണ് ബാക്കസ്. റോമാക്കാർ ബാക്കസ് എന്ന് പറയും, ഗ്രീക്കുകാർ ഡൈനീഷ്യസ് എന്ന് പറയും. ആ ബാക്കസ് അല്ലെങ്കിൽ ഡൈനീഷ്യസിനെ പ്രസാദിപ്പിക്കുന്ന രീതി വീഞ്ഞു കുടിച്ച് മത്തരാകുക എന്നുള്ളതാണ്. നമ്മുടെ ഭാരതത്തിലും ചില സന്യാസ സമൂഹങ്ങൾ, നമ്മുടെ ചില മേളയൊക്കെ നടന്നതിനെ പറ്റിയൊക്കെ ഇപ്പൊ പേപ്പറിലൊക്കെ സ്ഥിരമായിട്ട് വാർത്ത വരുന്നുണ്ട്. മദ്യം മാത്രമല്ല, മയക്കുമരുന്നുകളൊക്കെ കുടിച്ച് ഇങ്ങനെ ആ ലെവല് കെട്ട് നടക്കുന്ന സന്യാസിമാരുണ്ട്. ജാതികളുടെ ഇടയിൽ അത് പണ്ട് മുതലേ ഉള്ള ഒരു രീതിയായിരുന്നു. അങ്ങനെ ദേവപ്രസാദത്തിനായിട്ട് അല്ലെങ്കിൽ അവര് മദ്യപിച്ച് മതോന്മത്തരായിട്ട് അവരുടെ ദൃഷ്ടിയിൽ ഒരു ആത്മീകമായ ഒരു മറ്റൊരു തലത്തിൽ എത്തുന്നു എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. അതെ, വാക്യം 5:18 കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു. അപ്പോൾ അവിടെ വീഞ്ഞു കുടിച്ച് നിങ്ങൾ മത്തരാകുക, ജാതികളുടെ ഇടയിലുള്ള രീതിയായിരുന്നു. വീഞ്ഞു കുടിച്ച് മത്തരാകുക, എന്നിട്ട് ആത്മീയമായ വേറൊരു തലത്തിൽ വേറൊരു റിലമാണ് അവര് എന്നുള്ള ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ അവര് ചിന്തിക്കുക അല്ലെങ്കിൽ ജനം കരുതുകയും ചെയ്തിരുന്നു. പൗലോസ് അവരോട് പറയുകയാണ്, വീഞ്ഞു കുടിച്ച് മത്തരായല്ല, ആത്മാവ് നിറഞ്ഞവരായി നിങ്ങൾ സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ മോശപ്പെടുത്തണമെന്ന് അവിടെ പറയുകയാണ്. ഇവിടേക്ക് മടങ്ങി വരാം. ഇവിടെ മദ്യപന്മാർ, അങ്ങനെയുള്ള പാപം ചെയ്യുന്നവർ, അവരും ദൈവരാജ്യം അവകാശമാക്കിയില്ല. 6:12, 13 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. അധീനൻ എന്ന് പറഞ്ഞാൽ അഡിക്റ്റ് ആകുകയില്ല. ചിലരുടെ മനോഭാവം ഇങ്ങനെ ചിലർ പറയാറുണ്ട്, ഞാൻ കള്ളു കുടിച്ചാലും ഒരു ഇത്രയും കുടിച്ചാലൊന്നും എനിക്കതൊന്നും ബാധിക്കത്തില്ല, എനിക്ക് വേണമെങ്കിൽ കുടിക്കും, വേണ്ട കുടിക്കാതിരിക്കാൻ അറിയാം, വേണമെങ്കിൽ വലിക്കും, വേണം വലിക്കാതിരിക്കാൻ അറിയാം, എനിക്ക് കൺട്രോൾ ഉണ്ട്. ചുമ്മാതാണ്. ഒരു ജാപ്പനീസ് പ്രോവർബ് ഉണ്ട്, അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. നേരത്തെ അത് ആലോചിച്ചിരുന്നെങ്കിൽ ഞാനത് തപ്പിയെടുത്ത് കൃത്യമായി പറഞ്ഞേനെ. എങ്കിൽ അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. ഒരു മദ്യപിക്കുന്നതിനെ പറ്റി ജാപ്പനീസ് പ്രോവർബ് അതെങ്ങനെയാണ്: ആദ്യം നമ്മൾ മദ്യം കുടിക്കും, പിന്നെ മദ്യത്തെ കുടിക്കും, പിന്നെ മദ്യം നിങ്ങളെ കുടിക്കും. ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആദ്യം മനുഷ്യൻ മദ്യം കുടിക്കുന്നു, പിന്നെ മദ്യത്തെ കുടിക്കുന്നു. അതായത് ഉള്ളിൽ ചെന്നിരിക്കുന്ന മദ്യം പിന്നെയും മദ്യം കുടിക്കാൻ പ്രേരിപ്പിക്കുന്നു. പിന്നീട് മദ്യം നമ്മെ തന്നെ നശിപ്പിക്കുന്നു. ഞാൻ യാതൊന്നിനും അധീനനാകയില്ല എന്ന് പറയുന്ന ചിലർ കൊരിന്ത്യരുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അവർ പറയുന്ന ഒരു തത്വം, അതല്ല ഞാൻ പറഞ്ഞ തത്വചിന്തകളുടെ സ്വാധീനം, ഫിലോസഫി, ഗ്രീക്ക് ഫിലോസഫിയുടെ സ്വാധീനം അവിടെ വളരെ ഉണ്ടായിരുന്നു. ആ ഫിലോസഫിയാണ് അവർ പറയുന്നത്. ആഹാരം വയറ്റിൽ ചെന്ന് ദഹിക്കുകയാണ്, അത്
ആത്മീക ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വയറ്റിൽ ചെല്ലുന്നു, പുറത്തു പോകുന്നു. അതിന് നമ്മുടെ ആത്മീകതയെ യാതൊരു രീതിയിലും സ്വാധീനിക്കാൻ സാധിക്കില്ല. അതുപോലെ ദുർനടപ്പ് അത് ശരീരം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ആത്മീകമായ ജീവിതത്തിന് അപജയം സംഭവിക്കില്ല എന്ന തത്വജ്ഞാനം പറഞ്ഞ്, ഞാൻ പറഞ്ഞ ഇരട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പറയുന്നത് പോലെ തത്വജ്ഞാനങ്ങൾ കൊണ്ട് ന്യായീകരണങ്ങൾ കണ്ടെത്തുക. പൗലോസ് പറയുകയാണ്, ശരീരം, നമ്മുടെ ശരീരം ദുർനടപ്പിനുള്ളതല്ല. 15 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്നറിയുന്നില്ലയോ? 12-ാം അധ്യായത്തിൽ വരുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. പറയുന്നത്, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും. ഒരു കാര്യം തിരിച്ചറിയേണ്ടത്, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് പറയുമ്പോൾ, ഒരു വ്യക്തി വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ ആ പാപത്തിനായി പ്രേരിപ്പിക്കുന്ന ദുരാത്മാവ് ആരിലുണ്ടോ ആ വ്യക്തിയിലേക്ക് കൂടെ, ബന്ധപ്പെടുന്ന വ്യക്തിയിലേക്ക് കൂടെ ആവാഹിക്കപ്പെടുകയാണ്. അവനെ അതിന്റെ അധീനതയിലാക്കി തീർക്കുകയാണ്. വ്യഭിചാരത്തിന്റെ ആത്മാവ് അവനിലേക്കും കൂടെ വ്യാപരിക്കുകയാണ്. പിന്നെ അവനും ആ ആത്മാവിന് അധീനനായി തീരുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, ക്രിസ്തുവിന്റെ അവയവങ്ങൾ, നിങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു. ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ ഇല്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. അതിവിടെയും ബാധകമാണെന്ന് പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കുന്ന നാം വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. വിശുദ്ധന്മാർ ക്രിസ്തുവിന്റെ അവയവങ്ങളാകിയാൽ മ്ലേച്ഛമായ ബന്ധത്തിലൂടെ പിശാചിനിടം കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരത്തെ നശിപ്പിക്കരുത്. 17-18 വാക്യങ്ങൾ പറയുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാണ്. യേശുവോട് പറ്റിച്ചേരുന്നവൻ അവളുമായിട്ട് ഒരു ആത്മാവാകുകയാണ്. അവളുടെ ആത്മാവിലേക്ക് വ്യാപരിക്കുകയാണ്. ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവനിൽ ക്രിസ്തുവിന്റെ ആത്മാവ് വ്യാപരിക്കുകയാണ്. അതുകൊണ്ട് ദുർനടപ്പ് വിട്ട് ഓടുവീൻ. മറ്റൊരിടത്ത് പറയുന്നത് യൗവന മോഹങ്ങളെ വിട്ട് ഓടുവീൻ. ഒരിടത്ത് പറയുന്നത് ദ്രവ്യാഗ്രഹം വിട്ട് ഓടുവീൻ. വിട്ടോടുവീൻ എന്ന് പറയുന്നത് നിരന്തരം അതിനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. വിട്ട് ഓടുക പറയുന്നത്, അങ്ങ് മാറിപ്പോകാൻ പറയല്ലോ, ഓടിപ്പോകാൻ പറയുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. തുടർച്ചയായി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. പ്രവൃത്തിയിൽ മാത്രമല്ല, വാക്കിലും ചിന്തയിലും അടുത്തു വരുവാൻ അനുവദിക്കാതെ നമ്മെ പിന്തുടരുവാൻ പരിശ്രമിക്കുന്ന ഒരു പാപമാണ്. അതിനെ അടുത്തു വരുവാൻ അനുവദിക്കാതെ അത് വിട്ട് ഓടി അകലുക. ദുർനടപ്പുകാരൻ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. 19-20 വാക്യങ്ങൾ, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങൾ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. ഞാൻ എന്റെ ശരീരം എന്റെ ഇഷ്ടം പോലെ ചെയ്യും എന്ന് പറയുന്നവരോട് പൗലോസ് പറയുകയാണ്, വിശുദ്ധന്മാർ ലോകക്കാരുടെ കാര്യമല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. പത്രോസ് പറഞ്ഞിരിക്കുന്ന എന്താണ്? വ്യർത്ഥവും പിതൃം പാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് പൊന്നെ വെള്ളി തുടങ്ങി അഴിഞ്ഞു പോകുന്ന കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് നാം നമ്മുടേതല്ല. നമ്മുടെ ശരീരം, എന്റെ ശരീരം എന്റെ ഇഷ്ടം പോലെ ചെയ്യുവാൻ പറ്റില്ല. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. നമുക്കായി വീണ്ടെടുപ്പ് വില കൊടുത്ത് കർത്താവ് നമ്മെ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് മഹത്വമായിരിക്കുന്നത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ
ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും പ്രിയ സഹോദരി ബെക്കിയെ, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവിന്റെ ദാസൻ PK രാജൻ സാറ് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കണം. PK രാജൻ പ്രാർത്ഥിച്ചു. മൈക്ക് മ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്തേ. അദ്ദേഹം അതിനായിട്ടുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. അദ്ദേഹം പഴയ BSNL എഞ്ചിനീയർ ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പൊ ഇച്ചിരി വയ്യാഴികളൊക്കെയാണ്. ഏതാണ്ടൊക്കെ പരിശ്രമിക്കുന്നത് കാണാം. അൺമ്യൂട്ട് ആയില്ലേ? എനിക്ക് മ്യൂട്ട് ചെയ്യാൻ സാധിക്കും, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പ്രൊവിഷൻ ഇല്ല. പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൈയെടുത്ത് പൊക്കിയെന്ന് കാണിച്ച് ഞാൻ അടുത്ത ആളിനോട് പറയാം. എവിടെയാ ഞെക്കുന്നത്? എവിടെ? മുന്നിലിരിക്കുന്ന മൊബൈലെ ഞെക്കുന്നത്. പക്ഷെ അതിലല്ലല്ലോ ഞാൻ വീഡിയോ കാണുന്നത്, മറ്റേത് ഡിവൈസിലാണല്ലോ. സമയത്തിനായി സ്തോത്രം. തിരുവചനം പഠിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സമയത്ത് കർത്താവെ ഓർന്ന് ഇടയാക്കിയതിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്ര കർത്താവെ, സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത്രയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ സാറുമാരെയും ഒത്ത് പ്രാർത്ഥിക്കുന്നവരെ കുടുംബത്തെയും ദൈവം കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സംസ്ഥാനം ഞങ്ങൾ ഓരോരുത്തരെയും ഒരാവശ്യമെല്ലാം കർത്താവെ ഇത് പ്രവർത്തിക്കണമേ. തിരുവചനം കർത്താവെ പഠിക്കുവാൻ ഓരോ ദിവസവും